ഇപ്പോൾ എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ ഇപ്പോൾ എന്നുള്ളതാണ് വ്യത്യാസം. Then and now. അപ്പോൾ ഇപ്പോൾ എന്നുള്ളതാണ് വ്യത്യാസം. What is then? എന്താണ് അപ്പോൾ? What is now? എന്താണ് ഇപ്പോൾ? Then അപ്പോൾ you were. And this is what some of you were used to be. ഇങ്ങനായിരുന്നു നിങ്ങളിൽ ചിലർ. Hallelujah. But now what happened? Now. ഇപ്പോ എന്ത് സംഭവിച്ചു? But you were washed. You were sanctified. You were justified in the name of Lord Jesus Christ. നിങ്ങൾ കർത്താവായ യേശു And in the Spirit of God. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. Hallelujah. Hallelujah. This is happened now. You are washed. നിങ്ങൾ കഴുകപ്പെട്ടു. Sanctified. നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു. Justified. നീതീകരിക്കപ്പെട്ടു. In the name of Jesus Christ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. All of you say I am sanctified. എല്ലാവരും പറഞ്ഞേ. Justified. Washed. Say that three things. All of you. ഈ മൂന്ന് കാര്യങ്ങൾ എല്ലാവരും പേട്ടി പറയാം. All of you. I am sanctified. I am sanctified by the work of Jesus. by the work of Jesus. I am washed. I am washed by the work of Jesus. Jesus. You are washed, sanctified and justified. നിങ്ങൾ കഴുകപ്പെടുകയും നീതീകരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. Through the finished work of Jesus on the cross. യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയാൽ. When you are believing tetelestai, നിങ്ങൾ tetelestai വിശ്വസിക്കുമ്പോൾ this is the process is happening in us. ഈ പ്രക്രിയയാണ് നമ്മൾ സംഭവിക്കുന്നത്. Justification. നീതീകരണം. And the very washing. He washes you. അവൻ കഴുകി നമ്മളെ. He washes you. The very washing happens more you believe in the finished work of Jesus. എത്ര ആഴമായി അധികമായി നിങ്ങൾ tetelestai എന്ന വാക്കിനെ വിശ്വസിക്കുന്നു, ആ പ്രവൃത്തിയെ നിങ്ങൾ വിശ്വസിക്കുന്നു, അത്ര അധികമായി ആഴമായി ഈ കഴുകപ്പെടലും തളിക്കപ്പെടലും നിങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. It has got the power to wash you. അതിന് നിങ്ങളെ കഴുകാനുള്ള ശക്തിയുണ്ട്. Wash you. കഴുകാനുള്ള ശക്തിയുണ്ട്. All of you say washing. That washes me from the dirt of the world. ലോകത്തിന്റെ അശുദ്ധിയിൽ നിന്ന്, from the dirt of sin, പാപത്തിന്റെ അശുദ്ധിയിൽ നിന്ന്, from the dirt of curse, ശാപത്തിന്റെ അശുദ്ധിയിൽ നിന്ന്. Come on, say it, say it, say it, say it. എല്ലാവരും പറയാ. Washed me. Washed me. Jesus washed me. യേശു എന്നെ കഴുകിയിരിക്കുന്നു. I am washed. ഞാൻ കഴുകപ്പെട്ടവനാണ്. All of you say I am washed. I am washed. That's why the water came from Jesus when the soldier pierced him. അതുകൊണ്ടാണ് washing water. അതുകൊണ്ടാണ് ഹൃദയം കുത്തിച്ചൊളിച്ചപ്പോൾ വെള്ളം പുറപ്പെട്ടത്, അവിടുന്ന് ജലം പുറപ്പെട്ടത്. കാരണം ആ ജലം കഴുകുന്ന ജലമാണ്. It's the water that washes you. ആ ജലം കഴുകുന്ന ജലമാണ്. Hallelujah. 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 You have to see yourself that you are washed. നിങ്ങൾ നിങ്ങളെ തന്നെ കാണണം കഴുകപ്പെട്ടവരായിട്ട്. Hallelujah. Hallelujah. Not God will wash me. ദൈവം നാളെ നിങ്ങളെ കഴുകുമെന്നല്ല. He was washed you. He has washed you. അവൻ നിങ്ങളെ കഴുകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. So this word says ഈ വചനം പറയുന്നത് you are washed. നിങ്ങൾ കഴുകപ്പെട്ടു. It is not talking about something futuristic. ഭാവിയിൽ നടക്കാൻ പോകുന്ന എന്തോ ഒരു കാര്യത്തെ പറ്റിയല്ല പറയുന്നത്. Something had happened in our past. നമ്മുടെ ഭൂതകാലത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെ പറ്റിയാണ്. When did this happen? എപ്പോൾ ഇത് സംഭവിച്ചു? When Jesus said, യേശു പറഞ്ഞു, it is finished. It is finished എന്ന് പൂർത്തിയായെന്ന് യേശു പറഞ്ഞു. Your washing process, നിങ്ങളുടെ കഴുകലിന്റെ പ്രക്രിയ, it is completed. അത് പൂർത്തിയായിരിക്കുന്നു. Hallelujah. Hallelujah. Now it has to manifest in you. ഇപ്പോൾ ഇത് നിങ്ങളിൽ വെളിപ്പെട്ട് വരണം. Now it has to reveal in you. ഇതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരണം. How it will reveal in you? എങ്ങനെ ഇത് തെളിഞ്ഞു വരും? Through the consciousness that you are washed. നിങ്ങൾ കഴുകപ്പെട്ടു എന്നുള്ള മനസ്സിലെ ചിന്ത കൊണ്ട്, മനസ്സിലാകുന്നത് കൊണ്ട്. Renew your mind. നിങ്ങളുടെ മനസ്സിനെ പുതുക്കണം. I have to get washed. എനിക്ക് കഴുകപ്പെടണം. From the I have to get washed into I am washed by the precious blood of Jesus. എനിക്ക് കഴുകപ്പെടണം എന്ന ചിന്തയിൽ നിന്ന് ഞാൻ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടു എന്ന ചിന്തയിലേക്ക് വരണം. Renew our mind. നമ്മുടെ മനസ്സിന്റെ നവീകരണം. That is what is required today. അതാണ് ഇന്ന് നമുക്ക് ആവശ്യം. This is done on the cross. ഇത് കുരിശിൽ സംഭവിച്ച കാര്യമാണ്. But we have not reached there. പക്ഷെ നമ്മൾ അവിടെ എത്തിയിരുന്നില്ല. നമ്മൾ അവിടെ എത്തിയില്ല, അതാ പ്രശ്നം. നമ്മൾ അവിടെ എത്തിയില്ല. God did this through Jesus Christ. പിതാവ് പുത്രനിലൂടെ ഇത് ചെയ്തു കഴിഞ്ഞതാണ്. But we are not at reached there. പക്ഷെ നമ്മൾ അവിടെ എത്തിയില്ല എന്നുള്ളതാണ് പ്രശ്നം. We need that process still now. നമുക്ക് ഇപ്പോൾ ആ പ്രക്രിയ നമ്മളിൽ ആവശ്യമുണ്ട്. That washing. ആ കഴുകൽ നമ്മളിൽ ഇപ്പോൾ ആവശ്യമുണ്ട്. Today through the word of God, ഇന്ന് ദൈവവചനത്തിലൂടെ Jesus is washing you. യേശു നമ്മളെ കഴുകുകയാണ്. Hallelujah. Hallelujah. Theoretically you are there. തിയററ്റിക്കലായിട്ട് നിങ്ങൾ അവിടെ ആണ്. സിദ്ധാന്തപരമായിട്ട്
സിദ്ധാന്തപരമായി നിങ്ങൾ അവിടാണ്. ഇത് സർജന്റെ പണി പോലെ എളുപ്പമുള്ള പരിപാടിയല്ല. I'll go one step further. ഒരു ചൂടുടെ കയറി പറയാം. കാരണം when the soldier pierced Jesus' chest, പടയാളി ഈശോയുടെ വിലാപ്പുറം കുത്തിത്തുളച്ചപ്പോൾ blood and water came out. അവിടുന്ന് വെള്ളവും രക്തവും വരികയാണ്. It is a metaphor of a delivery. ഇതൊരു ഉപമാലങ്കാര പ്രയോഗമാണ്. ഇതൊരു പ്രസവത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രയോഗമാണ്. When the lady gives birth, See the way doctor goes. when the lady gives birth, 14 years surgeon. 40 years. 48 years surgeon. When a lady goes into labor, ഒരു പ്രസവ വേദനയിലേക്ക് ഒരു സ്ത്രീ കടന്നു പോകുമ്പോ first what happens? The water comes out. ആദ്യം വരുന്ന വെള്ളമാണ്. Then the blood comes out. പിന്നെ വരുന്ന രക്തമാണ്. Then the child comes out. പിന്നെ ആ കുഞ്ഞു വരുന്നത്. Exactly what happened on the cross. What happened on the cross? It's gone viral. What happened on the cross? എന്നാ കുരിശിൽ സംഭവിച്ചേ? When the work was finished. Isaiah 53 ഒരു സന്തതിയെ കാണും. When the work was finished on the cross, യേശു കുരിശിൽ പ്രവൃത്തി പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ Christ was born inside you. യേശു നിന്റെ ഉള്ളിൽ പരുവപ്പെടുകയായിരുന്നു. That's a metaphor. നീ അതാണ് അതിന്റെ ഉപമാലങ്കാരം. Hallelujah. Hallelujah. Now the Christ has to grow inside you. He was on the cross, he was giving birth to you. Yes. On ക്രൂശിൽ അവൻ നിന്നെ പ്രസവിക്കുകയായിരുന്നു. Hallelujah. See this, Isaiah 53 verses 10. It was the will of God, crush him into pain. When you make him live an offering to the sinner, he shall he shall see the offspring and shall prolong his days. He shall see the offspring. അവൻ ആ ശിശുവിനെ കുഞ്ഞിനെ കാണാൻ സാധിക്കും. സന്തതിയെ കാണാൻ സാധിക്കും. മലയാളം എടുത്ത് വായിക്കടാ കൊണ്ടതല്ലേ. മലയാളം എടുത്ത് വായിക്കും. Isaiah 53:10. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. Okay. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ Okay. അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും Offspringനെ കാണുകയാണ്. സന്തതി പരമ്പര. He was giving birth. He was giving on the cross, the peak of the pain, when Jesus suffered on the cross, when he was in the agony, when he was in the peak of the pain, he was giving birth. He was seeing an offspring. കുരിശിൽ അവൻ അത്രയും വേദനയുടെ മൂർച്ഛിച്ച ഭാവത്തിൽ എത്തിയപ്പോൾ അവൻ കാണുകയായിരുന്നു, അവൻ കൊടുക്കുകയായിരുന്നു, അവൻ പ്രസവിക്കുകയായിരുന്നു തന്റെ കുഞ്ഞുങ്ങളെ. സന്തതി പരമ്പരയെ. An offspring. സന്തതി പരമ്പരയെ. Is coming out. The labor. He went through the labor pain and he gave birth to a generation. That generation is here today. Amen. Through the labor pain. ആ പ്രസവ വേദനയിലൂടെ He was giving birth to a generation. ഒരു സന്തതി പരമ്പരയ്ക്ക് അവൻ ജന്മം The കൊടുക്കുകയായിരുന്നു. same generation of Jesus. ആ യേശുവിന്റെ അതേ സന്തതി പരമ്പര. Hallelujah. Hallelujah. That's why അതുകൊണ്ടാണ് water came. വെള്ളം വന്നത്. With the blood. രക്തം വന്നത്. Then the offspring came. അതിനുശേഷം You are the offspring. നിങ്ങളാണ് ആ സന്തതി. Come on, give a big hand to Jesus and receive it. Hallelujah. He was seeing you. He was seeing you. അവൻ നിന്നെ കാണുകയായിരുന്നു. You were there in his heart when he went through the pain. അവൻ വേദനയിലൂടെ കടന്നു പോയപ്പോൾ അവന്റെ ഹൃദയത്തിൽ നീയും ഞാനും ഉണ്ടായിരുന്നു. That's why one of you been caught up with him to the paradise. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് എന്നോട് കൂടെ നിങ്ങൾ ഒരാൾ എന്റെ പരദീസയിൽ ഉണ്ടായിരിക്കുമെന്ന്. He is your representative. അവൻ നിങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് അവിടെ നിന്നത്. That good thief. ആ നല്ലവനായ കള്ളൻ. He is your representative. അവൻ നിങ്ങളുടെ പ്രതിനിധിയാണ്. He was taken to paradise with Jesus. യേശുവിനോട് കൂടി അവൻ പരദീസയിലേക്ക് എടുക്കപ്പെട്ടു. He has seen it. അവൻ അത് കാണുകയായിരുന്നു. And he was believing it. അവൻ അത് വിശ്വസിക്കുകയായിരുന്നു. This labor pain ഈ പ്രസവ വേദന is to take me എന്നെ എടുക്കുന്നു സന്തതി to the പരമ്പരയാക്കി paradise. പരദീസയിലേക്ക്. Time has come. സമയമായിരിക്കുന്നു. He has blessed you richly. അവൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു. Hallelujah. Hallelujah. You are washed. നിങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്നു. Say it, you are washed. പറയുക നിങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്നു. Write it. All those who are joining online. All the online people, write in the comment section, I am washed. ഞാൻ കഴുകപ്പെട്ടു